ആര് പറഞ്ഞു പോവാൻ? കല്ലു ഒന്ന് മാനേജ് ചെയ്യ്. ഇപ്പൊ ഓക്കെ. വിനോദത്തിന് പോവാണോ ചോദിച്ചു. സുഹു അഹങ്കാരി മെസ്സേജ് കേട്ടോ. സുൽത്താൻ ചേട്ടാ പോകുവാണോ ചോദിച്ചു ജിത്തു. കല്ലുസേന്ന് വെച്ച് ഒരുപാട് സ്നേഹം. അത് ഇങ്ങനെ തന്നൂടെ? ഞങ്ങള് ഇങ്ങനെ അറിഞ്ഞെന്തുവാ? ഒന്നാമത്തെ കിരീടം ഞാനില്ലാത്തോണ്ട് അഹങ്കാരി. കിരീടം നിനക്ക് കിട്ടിയല്ലേ? പ്രായമായിട്ട് ഉറക്കം വരുന്ന കഴിഞ്ഞിറങ്ങിയാ മതി. ആദ്യത്തെ ഇക്ക ബാത്റൂമിൽ പോട്ടെ പോ. ജിത്തു സു ഹായ് പറയുന്നുണ്ട്. ലച്ചു കല്ലൂന്ന് വെച്ച് കയ്യും തരുന്നുണ്ട്. ഞാൻ പോട്ടെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ ബൈ, താങ്ക്സ് ടു ഓൾ പറഞ്ഞു ഹരിച്ചേട്ടൻ. നിക്ക് ഹരിച്ചേട്ടാ കുറച്ച് കഴിയുമ്പോ ഇപ്പൊ തീരുമല്ലോ. ലച്ചു ഡാൻസ് കളിക്കുന്നു. എന്തിന്? സുൽത്താൻ ചേട്ടാ ഇവിടെ നിക്ക് ചേട്ടാ പറഞ്ഞിട്ട് പോവത്തില്ല. പോവത്തില്ല. ഉണ്ണിമൺ മഞ്ജുസിന്റെ കിരീടം എന്ന് പറഞ്ഞു. ഞാൻ വന്ന ഇപ്പൊ കിരീടം എനിക്ക് കിട്ടും. വിനോദേട്ടാ പോവല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാൻ മേട്ടാന്ന്. എന്തിന്? ഇങ്ങനെ വിളിക്കുകയും ചെയ്യും. പിന്നെ വിനോദേട്ടൻ കൂടെ വരുമ്പം പറയും ശല്യപ്പെടുത്തുന്നു. ഇതിലെ സിൽക്ക് സമയത്ത് നടന്ന് ആടുന്നത് പോലെ ഫ്രണ്ടിൽ കിടന്ന് ആടിയിട്ട് പുറകെ വരുമ്പോ കുറ്റം പറഞ്ഞതായി പോലെ സുഗമ സുഗമത്തെ കിരീടം കിട്ടിയോ ചോദിക്കുന്നുണ്ട്. ഏഴുമല പൂഞ്ചോല മാമനക്ക് മണിമാല. വിനോദട്ടൻ കിരീടം ഒരുപാട് സ്നേഹം കണ്ടില്ലങ്ങ് തെറിപ്പിക്കുകയാണ് സുഗു ചേച്ചി. പൊന്മാല ഞാറ്റുവേല കട്ടൻ ഇട്ട് തരുമ്പോ സുഖൂ ചോദിക്കുന്നുണ്ട്. മിക്കവാറും ഇത്രയും വേഗം ഇവിടെ വന്നോ ചോദിക്കുന്നത്. നിന്റെ പിന്നെ ഇക്കയല്ലേ വായിച്ചത്. പിന്നെ എത്താതെ സുഖു ചേച്ചി എന്താ മിണ്ടാത്തേ ചോദിച്ചു. മിണ്ടുന്നുണ്ടല്ലോ. വിനോദേട്ടാ കട്ടൻ ഇടട്ടേന്ന് പറഞ്ഞ് വാ കീറിച്ചിരിക്കുന്നു സുഖു ചേച്ചി. പോയി ഇട്ടിട്ട് വാ, എനിക്ക് മധുരം കുറച്ച് മതി. എനിക്ക് ഇച്ചിരി മധുരം ഇട്ടാലും കുഴപ്പമില്ല. എന്റെ സുഖു ചേച്ചി നിങ്ങളുടെ പ്രായത്തിന് കുറച്ച് മധുരം കുറച്ചു കൊടുക്കും. ഇച്ചിരി പഞ്ചസാര കൂടുതലായിരുന്നു. മേഘ ഈ പരട്ട മൊത്തം മെസ്സേജ് മുക്കും എന്ന് പറയുന്നുണ്ട് പ്രായട്ടൻ. അജിത്ത് കഴിച്ചോ ചോദിക്കുന്നു സുഖു ചേച്ചി. ലച്ചു മെക്ക് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട്. കല്ലുസുമത്തെ നെഞ്ചൊക്കെ എന്റെ ഹൃദയത്തിൽ പറഞ്ഞത് എന്റെ ലച്ചു വൈകിട്ട് അത് കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു. മനസ്സിലായ ചേച്ചി? കല്ലുസുമത്തെ ജിഞ്ചിക്കാണ് എന്റെ ഹൃദയത്തിൽ പറഞ്ഞത്. എന്റെ ലച്ചു വൈകിട്ട്. ലച്ചു ആരാ ചേച്ചി? ലച്ചു ആരാ ദീപ ചേച്ചി? എനിക്ക് കിരീടം കിട്ടിയിട്ട് വിട്ടുകൊടുത്തതാന്ന് പറഞ്ഞു ഹരിചേട്ടൻ. ഉണ്ണിപ്പോൾ മെക്കെന്ന് പറഞ്ഞ് ചിരിക്കുന്നു. എന്തിന്? ജിത്തു മെക്ക് പാർച്ചിച്ച് ഹായ് പറയുന്നുണ്ട്. പവിത്ര ഹായ് പവിത്ര. പവി നീ എവിടെ പോയി അടിയാകാരി? നീ ആരുടെയൊക്കെ ലൈവിൽ പോയാണല്ലോ. നവംബർ ലൈവ് ഇട്ടോടാ പൊന്ന. അത് റോഷൻ ലൈവ് ഇട്ടോ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ നിന്ന് കളിക്കപ്പെടുത്ത ചേച്ചി. വിനോദ നമുക്ക് കളിച്ചിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ ചോദിക്കുന്നുണ്ട്. എന്തിനോട് ഒക്കെ? ജിത്ത് സുഖു ചേച്ചി ഞാൻ എവിടെ? സുഖു ഞാൻ കഴിച്ചു. അവിടെ കഴിച്ചോ ചോദിക്കുന്നു ജിത്തു. പവിത്ര കല്ലു ചേച്ചി റോഷന്റെ ലൈവിൽ പോയില്ലേ? ഇല്ല പൊന്നൂസ, എന്റെ ലൈവ് നേരെ ഇങ്ങോട്ട് വന്നില്ലേ? പിന്നെ എങ്ങനെ സമയം വേണ്ടേ? സുഖു പവി ഹായ് പറയുന്നുണ്ട്. ഓക്കെ ഞാൻ പോണു, മനസ്സ് മുറിവേറ്റു പറയുന്നുണ്ട്. അതെന്ത് പറ്റി ഹരിച്ചേട്ടാ? അങ്ങനെ നിങ്ങൾക്ക് മുറിവേക്കാൻ പറ്റിയ വാക്കുകൾ, മൂർച്ചയുള്ള വാക്കുകൾ ഏതാണ് ഹരിച്ചേട്ടാ? ലച്ചി ഹായ് കഴിച്ചു പറയുന്നുണ്ട്. ജിത്ത് കഴിച്ചോ ചോദിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ കുരുവാണോ? നീ പോയി ഇട് കട്ടൻ സുഹു, എനിക്ക് ഇട്ട് മാത്രം ഇട്ട് തരുന്നുണ്ട്. നിന്റെ കയ്യിൽ കുരുവാണോ? നീ പോയി ഇട് കട്ടൻ സുഹു, എനിക്ക് ഇട്ട് മാത്രം തരുന്ന. നിങ്ങളുടെ കയ്യിൽ പിന്നെ എന്തുവായിരിക്കുന്നു? മാങ്ങ പറിക്കാൻ പോയോ? നിങ്ങൾ പോയിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നില്ല. വിനോദോട്ടൻ പോയോ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. കൊടുക്കേണ്ടി വരും മേക്കാന്ന് പറയുന്നുണ്ട്. റോഷൻ ലൈവ് ഇട്ടില്ലേ ചേച്ചി? ഇട്ടില്ല ചേച്ചി, നാളെ പൊന്നൂസ. ഓക്കെ, വിനോദോട്ടൻ കട്ടനിട്ട് വരാൻ പറഞ്ഞു. എന്റെ ചക്കരെ, എന്റെ മുത്തേ പവി, നീ ഇപ്പോഴും എനിക്കായി കാത്തിരിക്കുന്ന മോളെ. മോള് കഴിച്ചോ മോളെ? എന്തൊക്കെയുണ്ട് പവി മോളെ വിശേഷം? സുഖായിരിക്കുന്ന മോളെ? നേരത്തെ പവി വിളിക്കാനാ ഇപ്പൊ കൂപ്പൊരിടിയും കിട്ടിട്ടാ വന്നിരിക്കുന്നേ ഇക്ക. എന്നിട്ട് അതും തടവിക്കൊണ്ട് എന്റെ പവി മോളെ മോളെ പപ്പേ കടവുക ചേച്ചി രണ്ടെണ്ണം കിട്ടിയിട്ടാ വന്നിരിക്കുക. എന്റെ പവി മോളെ എന്നിട്ട് ബാക്കോട്ട് നോക്കുക. അയ്യോ ഇനി ഇപ്പഴെങ്കിലും ചേച്ചി കൊടുക്കത്തില്ല. ചേച്ചിക്ക് ക്ഷീണമല്ലേ? കിട്ടിയ ഇക്കാക്ക് മാത്രമല്ല കൊടുക്കുന്ന ചേച്ചിക്ക് ക്ഷീണം കാണുമല്ലോ.